ശരിക്കും എന്തായി തീരുമാനങ്ങൾ? തീരുമാനം ഡൽഹിയിൽ ഞങ്ങൾ വിശദമായിട്ടുള്ള ചർച്ചകൾ 2-3 ദിവസം നടന്നു. സ്ക്രീനിംഗ് കമ്മിറ്റി ഇന്നലെ CEC രാഹുൽജിയുടെയും ഖാർഗെജിയുടെയും നേതൃത്വത്തിൽ മണിക്കൂറുകൾ ചർച്ച ചെയ്ത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക അംഗീകരിച്ചിട്ടുണ്ട്. അത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് കഴിഞ്ഞ ദിവസത്തെ പട്ടിക പ്രസിദ്ധീകരിച്ചത്. അതേപോലെ തന്നെ ഇന്ന് തന്നെ ബാക്കിയുള്ള പേരുകളും പ്രഖ്യാപിക്കും. അത് ഞങ്ങൾ ആരംഭം മുതൽ പറഞ്ഞു. ഹൈക്കമാൻഡാണ് തീരുമാനിച്ച് പ്രഖ്യാപനം അറിയിക്കുന്നത്. ഇല്ലില്ല, ഒരു പേരും പ്രഖ്യാപിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഹൈക്കമാൻഡാണ് എന്റെ പേരുൾപ്പെടെ പ്രസിദ്ധീകരിച്ചത്. അത് ഒരു പേരും പറയാൻ എനിക്ക് ചുമതലയില്ല, അധികാരമില്ല. ഹൈക്കമാൻഡ് ഔദ്യോഗികമായിട്ട് ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും അത് സംബന്ധിച്ച് അറിയിപ്പ് നൽകി. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കെ സുധാകരനെ ചുറ്റിപ്പറ്റി വലിയ രീതിയിലുള്ള ഇല്ല, ഞാൻ ഇന്നലെ രാത്രി 3:30 മണിക്ക് ഫ്ലൈറ്റിൽ കയറിയതാണ്. ബാംഗ്ലൂർ വഴി ഇന്ന് മട്ടന്നൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ടേ ഉള്ളൂ. എനിക്കെന്താണ് ബാക്കി കാര്യങ്ങൾ പറയാൻ എനിക്കറിയില്ല. സുധാകരനെ ചുറ്റിപ്പറ്റി വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുകയാണ്. ഒരു സ്ഥിരീകരണം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ നിങ്ങളിൽ നിന്നും കൂടെ മനസ്സിലാക്കുന്നു. രാവിലെ ആളുകളെ കാണട്ടെ, സഹപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയില്ല. പട്ടികയിലില്ല. എംപിമാർ മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു പ്രതിസന്ധിയുമില്ല. സാധാരണ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി പട്ടിക വരുന്നതിനേക്കാൾ അനായാസേന ഒരു പട്ടികയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട്. സാധാരണ ഡൽഹിയിലെ ഒരുപാട് നേതാക്കന്മാർ കേരള ഹൗസിൽ മുറിയിട്ടാതെ ഡൽഹിയിലെ ഹോട്ടലുകളിൽ തമ്പടിക്കാറുണ്ട്. ഇതാരും തന്നെ വന്നിട്ടില്ല. ഇന്ന് ഞാനും സുദീപ് ജെയിംസും മാത്രമാണ് മട്ടന്നൂരിൽ വന്നിറങ്ങിയത്. VD സതീശൻ ഒറ്റയ്ക്കാണ് ഇന്ന് രാവിലെ കൊച്ചിയിൽ വിമാനം ഇറങ്ങിയത്. ഞങ്ങൾ അവിടെയുള്ള നേതാക്കന്മാരുമായിട്ടും ആലോചിച്ച് തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ പ്രസിദ്ധീകരിക്കേണ്ടത്, ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കേണ്ടത് ഹൈക്കമാൻഡ്. ഒറ്റ ചോദ്യം മാത്രമേ വൈകുന്നേരം ഇന്ന് ഇരിട്ടിയിൽ എന്റെ റോഡ് ഷോ ഉണ്ട്, അതിലേക്ക് ക്ഷണിക്കും. അവിടെ നിന്ന് പറയാം. ഇരിട്ടിയിൽ എന്റെ റോഡ് ഷോ ഉണ്ട്, അവിടെ നിന്ന് പറയാം. എംപിമാർ മത്സരിക്കുന്ന വൈകുന്നേരം ഇരിട്ടിയിൽ നിന്ന് കാണാം. അത് മാത്രമേ ഉള്ളൂ. സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നു.